ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പാൽക്കപ്പയും മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ, ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ, എന്നാലാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടുള്ളൂ. അപ്പം നമുക്ക് പാൽക്കപ്പയും അയിലക്കറിയും ഉണ്ടാക്കാം. നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. മീൻ കറി തന്നെ വേണമെന്നില്ല, നോൺ വെജ് ഐറ്റംസ് എന്തായാലും മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കേണിച്ചിറ ടൗണിൽ നിന്ന് മീൻ വാങ്ങി. നമ്മൾ അയില മീനാണ് കേട്ടോ വാങ്ങിയത്. ഒരുപാട് മീനുണ്ടായിരുന്നു, നമ്മൾ അയില മീനാണ് ചൂസ് ചെയ്തത്. അങ്ങനെ കപ്പയും വാങ്ങി കേട്ടോ. അപ്പോൾ കപ്പ ഏട്ടൻ പൊളിക്കുകയാണ് കേട്ടോ. ഏട്ടൻ കപ്പ മേടിച്ച് കഴിഞ്ഞാൽ അച്ഛനും മൂക്കുമുള്ള സ്ഥിരം പരിപാടിയാണ്. കപ്പേൻ്റെ തൊണ്ട് പൊളിച്ചിട്ട് അത് പല്ലാക്കിയിട്ട് അവിടെ വെക്കും കേട്ടോ. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ ഭയങ്കര കളിയായിരിക്കും കേട്ടോ. ഇന്ന് മോൾക്ക് വെച്ച് കൊടുത്തപ്പോൾ മോള് അത് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞ് എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ അഭ്യാസമൊക്കെ കാണിച്ചുകൊണ്ട് കപ്പേൻ്റെ തൊലി കളയാണ് കേട്ടോ ഏട്ടൻ. കുഞ്ഞൂസ അവിടെ തന്നെ ഇരുന്ന് എന്തൊക്കെയോ കഥകൾ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് പച്ചമുളക് നമ്മുടെ പറമ്പിലുണ്ടായിരുന്നു, അപ്പോൾ അത് പറിച്ചു. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചമുളക് നമുക്ക് കിട്ടി. അപ്പോൾ അയിലമീൻ നമ്മൾ വെട്ടിയാണ് കേട്ടോ മേടിച്ചത്. ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ കഷ്ണമാക്കി. അതിനുശേഷം കപ്പ പൊളിച്ച് കഴുകി വെച്ചിട്ടുണ്ട്. മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയും കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പുളിയും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള അടുപ്പിലാണ് കേട്ടോ ചെയ്യുന്നത്. പുതിയ അടുപ്പിനെക്കുറിച്ചുള്ള ഐഡിയ പുതിയ ആളുകൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ അവർ നമ്മളുടെ ഫസ്റ്റ് വീഡിയോ ഒന്ന് പോയി കണ്ടാൽ ഈ ഒരു കിച്ചണെക്കുറിച്ചുള്ള ഫുൾ വിവരങ്ങൾ അതിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ചു, കടുകിട്ട് ഉലുവയിട്ട് കറിവേപ്പിലയിട്ട് അതിനുശേഷം നമ്മൾ കൊച്ചുള്ളി ഇട്ടു കേട്ടോ. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ കുറച്ച് സവാള, ഒരു ചെറിയ സവാള ഒരെണ്ണം അരിഞ്ഞിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റണം. ഇതൊന്ന് പച്ചവെള്ളം മാറി വരുമ്പോഴത്തേക്കും നമ്മൾ അടുത്തായിട്ട് ഇതിനകത്തേക്ക് ചേർക്കാം നമ്മൾ ഫ്രഷായിട്ട് പറിച്ചെടുത്ത നമ്മളെ പച്ചമുളകും അതുപോലെ തന്നെ തക്കാളിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതും ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ കിച്ചൻ്റെ പുറത്തേക്കുള്ള വ്യൂ ആണ് കേട്ടോ. ഏലത്തിൻ്റെ ചെടിയാണ് കേട്ടോ കാണുന്നത്. ഏലത്തിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കിച്ചണോട് ചേർന്നാണ് കേട്ടോ ഏലം നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് നമ്മളിനി പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി ചേർത്തു. തീ നല്ല അടിപൊളിയായിട്ട് കത്തുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടപാടെ ഇളക്കുവാണ്, നല്ല തീ ആയതുകൊണ്ട്. അതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് 1.5 സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ നമുക്ക് തിക്കായിട്ട് കിട്ടും ഗ്രേവി, അതേപോലെ തന്നെ എരിവും കുറവായിരിക്കും. പിന്നെ 1/2 സ്പൂണ് സാദാ മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി ഇച്ചിരി എരിവ് കൂടുതലാണ്, അതുകൊണ്ട് 1/2 സ്പൂണ് ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ പച്ചമുളകും ചേർത്തിട്ടുണ്ടല്ലോ. അതിന് ശേഷം നമ്മൾ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വരണം, അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ശേഷം അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള പുളി കൂടി അതിനകത്തേക്ക് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ പുളി നന്നായിട്ട് ഉരുകി ഇറങ്ങി വരട്ടെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് നമ്മൾ കഷ്ണമാക്കി വെച്ചിട്ടുള്ള മീനും കൂടി ഇട്ട് മൂടി വെച്ച് വേവിക്കണം. അടുപ്പിൽ നല്ല അടിപൊളിയായിട്ട് തീ കത്തുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മീൻ കറി അവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പരിപാടി നോക്കാം. നമ്മൾ പാൽക്കപ്പയാണല്ലോ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം കപ്പ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് കൊത്തി നുറുക്കിയെടുക്കാം കേട്ടോ. കുഞ്ഞൂസ് അതിൻ്റെ ഇടയിൽ ഭയങ്കര കളിയാണ്, സ്റ്റിക്കൊക്കെ എടുത്തിട്ട്. അടുത്ത വീഡിയോയിൽ കാണാൻ ടാറ്റ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് മീൻ കറി ഇവിടെ റെഡിയായി, നമുക്കത് വാങ്ങി വെക്കാം. ലാസ്റ്റ് നമുക്കിതിനകത്തേക്ക് ഒരു പൊടിക്കൈ ചേർക്കാനുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് 2-3 കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ആ കറിവേപ്പിലേൻ്റെ സ്മെല്ലൊക്കെ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടി നമ്മൾ മൂടി വെക്കുകയാണ് കേട്ടോ. അതവിടെ ഇരുന്നോട്ടെ. നമുക്ക് പാൽക്കപ്പയ്ക്കുള്ള പരിപാടി ചെയ്യാം കേട്ടോ. പാൽക്കപ്പയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കപ്പ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് കഴുകി അടുപ്പത്ത് വെക്കാം. അത് കപ്പ ഒന്ന് തിളയ്ക്കാനാവുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ അതിനകത്തേക്ക് ഇടാം കേട്ടോ. കപ്പ നന്നായിട്ട് വേവണം.
അപ്പോൾ കപ്പ പാകത്തിന് വെന്തപ്പോൾ നമ്മളത് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമ്മളൊരു ചീൻചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ ഊറ്റി വെച്ച കപ്പ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നന്നായിട്ട് ഉടച്ചതിന് ശേഷം നമ്മൾ ഒരു തേങ്ങേൻ്റെ പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, തേങ്ങാപ്പാൽ. ആ പാൽ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ഉടച്ച് യോജിപ്പിക്കണം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയമാകുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കണം. നന്നായിട്ട് അങ്ങ് തിളക്കരുത്. അതിന് ശേഷം നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും ഒരു 2-3 വെളുത്തുള്ളിയും 2 പച്ചമുളകും ഒരു 5-6 ചെറിയുള്ളിയും കൂടെ മിക്സിയിൽ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അടുപ്പത്തൊഴിച്ചിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം അത് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, എല്ലായിടത്തേക്കും യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് കുറച്ച് വറവിടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും അതുപോലെ കുറച്ച് ചെറിയുള്ളി നമ്മൾ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ 2-3 വറ്റൽമുളക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ചെറിയുള്ളി നന്നായിട്ട് മൂത്ത് വരുന്നവരെ ഇളക്കി കൊടുക്കുക. ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പാൽക്കപ്പയിലേക്ക് അതങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള പാൽക്കപ്പ ഇവിടെ റെഡിയായി. കാണുമ്പോൾ തന്നെ കൊതി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അയിലക്കറി ഒഴിച്ചിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പം ഞാനും കുഞ്ഞും കൂടെ കഴിക്കാൻ പോവുകയാണ് കേട്ടോ. ഒരു അയൽ കഷ്ണം എടുത്ത് ഒഴിച്ചു, കുറച്ച് ചാറും കൂടെ ഒഴിച്ചു കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് നമുക്ക് കറി ഇല്ലാതെയും കഴിക്കാം കേട്ടോ. ഞാൻ ആദ്യം കറി ഇല്ലാതെയാണ് കഴിച്ചു നോക്കിയത്. കുഞ്ഞും കഴിച്ചിട്ട് കുഞ്ഞിനും ഇഷ്ടപ്പെട്ടു, അടിപൊളിയാന്ന് പറഞ്ഞു. അപ്പം ഞാൻ കറി ഇല്ലാതെയും കറിയോട് കൂടിയും കഴിച്ചു കേട്ടോ. എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുമ്പോൾ ടാറ്റാ.